الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي نفسي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, ആജ്ഞാനിർദ്ദേശങ്ങൾ, അതിർവരമ്പുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി ജീവിക്കാനും മരണസമയത്ത് ഷഹാദത്ത് ചൊല്ലി ഒരു മുവഹിദായി കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനും നമ്മൾ ഏറെ പണിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യം എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, അൽ യൗമ അമലുൻ വലാ ഹിസാബ്. അൽ യൗമ അമലുൻ, ഇന്ന് എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അമലിനു വേണ്ടിയാണ്, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ളത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ്. വലാ ഹിസാബ്, ഇന്ന് നിങ്ങൾക്ക് ആ ചെയ്തതിനെ പറ്റി, ചെയ്യുന്നതിനെ പറ്റി ഒരു ചോദ്യവുമില്ല, ഒരു ഹിസാബും നിങ്ങൾക്കില്ല. വഗദൻ, എന്നാൽ നാളെ എന്ന് പറയുന്നത് ഹിസാബുൻ വലാ അമലു, നാളെ എന്നത് ഹിസാബിനുള്ളതാണ്. വലാ അമലു, അന്നിനി ഒരു പ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും പറയാനും ദിക്റുകൾക്കും ഇതൊന്നും സാധ്യതയില്ലാത്ത, ഇതിനൊന്നും സ്കോപ്പില്ലാത്ത ഒരു ദിവസമാണ് ഗദൻ, നാളെ നിങ്ങൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഇർജിഉ ഇലാ അൻഫുസിക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളിലേക്ക് ഒന്ന് മടങ്ങണം, ഒന്ന് തിരിഞ്ഞ് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുക, ഫഹാസിബുഹ, അതുകൊണ്ട് നിങ്ങളുടെ നഫ്സുകളെ, ഫഹാസിബുഹ, നിങ്ങൾ അതിനെ വിചാരണ നടത്തണം. നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ വിചാരണ ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്നിട്ടോ ഖബ്ല അൻ തുഹാസബു, അത് എപ്പോഴായിരിക്കണം? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിങ്ങനെ നിൽക്കുമ്പോ, കിതാബുകളൊക്കെ മേടിക്കാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ, സ്വർഗക്കാരെയും നരകക്കാരെയും ഇങ്ങനെ വേർതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ വിചാരണ ചെയ്യണം എന്നല്ല. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ നേടുന്നതിന് മുമ്പ്, ഇന്ന് അമലിന്റെ ദിവസമുള്ളപ്പോ, ഇന്ന് ഹിസാബിന്റെ ദിവസം അല്ലാത്തപ്പോ, നിങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഈ ദിവസത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സയ്യിനു ബാത്തിനക്കും, നിങ്ങളുടെ രഹസ്യ ജീവിതങ്ങൾ നിങ്ങൾ ഭംഗിയുള്ളതാക്കണം. സയ്യിനു ബാത്തിനക്കും, നിങ്ങളുടെ പരസ്യ ജീവിതം എത്രത്തോളം നല്ലതാണോ, എത്രത്തോളം നല്ല ഒരു മുസ്ലിമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്, അതിനേക്കാൾ സയ്യിനു ബാത്തിനക്കും, നിങ്ങളുടെ രഹസ്യ ജീവിതങ്ങളെ നിങ്ങൾ ഭംഗിയുള്ളതാക്കണം. വഅസ്ലിഹൂഹു ഫഹുവ ഇമാദുദ്ദീൻ, അതിനെ നന്നാക്കണം, അതാണ് നിങ്ങളുടെ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ ദീനിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മളെല്ലാവരും അമല് ചെയ്യുന്ന ആളുകളാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ, ഒരുപാട് ദിക്റുകൾ, ഇതെല്ലാം ധാരാളമായി കൊണ്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ ഇതിനെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണോ എന്നറിയാൻ ഞാൻ ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യനാണോ, എന്റെ പ്രവർത്തനത്തിൽ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത യഥാർത്ഥത്തിൽ ഞാൻ കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഇഖ്ലാസ് ഉണ്ടോ, ഒരു ആത്മാർത്ഥതയും ഒരു നിഷ്കളങ്കതയും, ഞാനിത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്ന് എനിക്കൊന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു അടയാളം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൻ അറാദ ദലീലൻ അലാ ഇഖ്ലാസിഹി,
ഒരാൾക്ക് അയാളുടെ ഇഖ്ലാസിനെ സംബന്ധിച്ച് ഒന്ന് അറിയണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് അയാൾക്ക് വേണം. എനിക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ എനിക്ക് എന്താണ് ഒരു തെളിവ്, എനിക്കെന്താ അത് അറിയാൻ എന്താണ് ഒരു വഴി? അദ്ദേഹം പറയാ ഫൽയൻദുറു ഫി അമലിഹി ഫിസ്സിരി, അവൻ നോക്കട്ടെ, ഫൽയൻദുറു അപ്പൊ അവൻ നോക്കട്ടെ, ഫി അമലിഹി അവന്റെ അമലുകളിലേക്ക്, ഫിസ്സിരി രഹസ്യമായിട്ടുള്ള അവന്റെ അമലുകളിലേക്ക് അവരൊന്ന് നോക്കട്ടെ. ഫഇന്നഹു തീർച്ചയായും ഒരുവൻ ലാ യഅമലു ഫി സിദ്ദിഹി ഇല്ലാ മൻ അഖ്ലസ്, ഇഖ്ലാസ് ഉള്ള ഒരാൾക്കല്ലാതെ രഹസ്യ ജീവിതത്തിൽ അമലുകൾ ഉണ്ടാവുകയില്ല. രഹസ്യമായി കൊണ്ട് അമലുകൾ ചെയ്യാൻ അവന് സാധ്യമല്ല. ഇഖ്ലാസ് ഉള്ള ഒരാൾക്ക് മാത്രമേ രഹസ്യ ജീവിതത്തിൽ അമലുകൾ കാത്തു സൂക്ഷിക്കാൻ കഴിയും. അതല്ലാത്ത നമ്മുടെ ഏതേത് രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ നമസ്കാരങ്ങളാകട്ടെ, അവൻ പള്ളിയിൽ വരുന്നു, ജമാഅത്ത് നമസ്കരിക്കുന്നു, ചിലപ്പോൾ അവിടെ തന്നെ സുന്നത്ത് നമസ്കരിക്കുന്നു, തിരിച്ചു പോകുന്നു. അവന്റെ വീട്ടിൽ നമസ്കാരമേ അവനില്ല. അവനും അല്ലാഹുവും മാത്രമായിട്ടുള്ള ഒരു വേളയിൽ ഒരു നമസ്കാരം അതില്ല. സ്വതക്കകളുടെ വിഷയത്തിലാണ് എങ്കിൽ എല്ലാ രംഗങ്ങളിലും സ്വതക്കയുമായി ബന്ധപ്പെട്ട് അവൻ പള്ളിയുമായി ബന്ധപ്പെട്ടും അല്ലാത്ത ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയും എല്ലാത്തിനും അവന്റെ സമ്പത്ത് അവൻ ചെലവഴിക്കുന്നു. എന്നാൽ ആരും അറിയാതെ, ഒരാളും അറിയാതെ അള്ളാഹുവും അവനും മാത്രം അറിയുന്ന ഒരു സ്വതക്ക, രഹസ്യമായ ഒരു സ്വതക്ക, അതവന്റെ ജീവിതത്തിലില്ല. നമ്മൾ പള്ളിയിൽ വരുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ ഇരിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചിലപ്പോൾ കുറച്ച് സമയം ഖുർആൻ പാരായണം ചെയ്യുന്നു. എന്നാൽ ഒരാളും കേൾക്കാതെ അള്ളാഹു മാത്രം, അവനും അള്ളാഹുവും മാത്രം, അവൻ ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒരാളും കേൾക്കാനില്ല, ഇത് അള്ളാഹു മാത്രമേ കേൾക്കാനുള്ളൂ എന്ന ഒരവസരത്തിൽ ഖുർആനിന്റെ പാരായണങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ടോ? അതില്ല എങ്കിൽ നമ്മുടെ ഇഖ്ലാസിനെ നമ്മൾ ഒന്നുകൂടി ഉണർത്തേണ്ടതുണ്ട്, നമ്മളൊരു വീണ്ടു വിചാരം നടത്തേണ്ടതുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വൽ ഇഖ്ലാസു, എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയാം, ഇഖ്ലാസിന്റെ മിനിമം എന്ന് പറയുന്നത്, ഏറ്റവും താഴെയുള്ള ഇഖ്ലാസിന്റെ ലെവൽ എന്ന് പറയുന്നത് അഥവാ അവന്റെ അലാനിയത്തിലും അവന്റെ സിറിലും, അവന്റെ പരസ്യത്തിലും അവന്റെ രഹസ്യത്തിലുമുള്ള അമലുകൾ എപ്പോഴാണോ തുല്യമായി വരുന്നത്. എങ്ങനെ? വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറയുന്നത് തന്നെ അവന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അമലുകൾ ഒരേ തോതിലായിരിക്കണമെന്ന്. രഹസ്യ ജീവിതത്തിൽ അവന്റെ അമലുകൾ ചെയ്യണം എന്നല്ല, രഹസ്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് അമലുകൾ ഉണ്ടാകണമെന്നല്ല, അവന്റെ രഹസ്യ ജീവിതത്തിലെ അമലുകളും അവന്റെ പരസ്യ ജീവിതത്തിലെ അമലുകളും ഒരു തുലാസിൽ വെച്ചാൽ അത് ഒരുപോലെ ആയിരിക്കുമെന്ന്. നോക്കൂ, അവിടെ തുടർന്നുകൊണ്ട് പറയുകയാണ് അഖ്ലസുന്നാസി അമലൻ. ഇനി അഖ്ലസുന്നാസ്, ഏറ്റവും അഖ്ലസുള്ള, ഏറ്റവും മുഖ്ലിസായ വ്യക്തി എന്ന് പറയുന്നത് മൻ കാന അസ്റുഹു അഅ്തമ മിൻ അലാനിയ. അവന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ ലെവൽ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് മൻ കാന അസ്റുഹു അഅ്തം, അവന്റെ രഹസ്യ ജീവിതത്തിലെ അമലുകളായിരിക്കും അവന് കൂടുതൽ ഉണ്ടാവുക. ഒരു തുലാസിൽ തൂക്കിയാൽ അവന്റെ രഹസ്യ ജീവിതത്തിലെ അമലുകൾ കൂടുതലും മിൻ അലാനിയതിഹി, അവന്റെ പരസ്യ ജീവിതത്തിലെ അവന്റെ സ്വതക്കകളാകട്ടെ, അവന്റെ ദിക്റുകളാകട്ടെ, അവന്റെ ഖുർആനിന്റെ പാരായണങ്ങളാകട്ടെ, അവന്റെ നമസ്കാരങ്ങളാകട്ടെ, എല്ലാത്തിനേക്കാളും കൂടുതൽ അവന്റെ രഹസ്യ ജീവിതത്തിലെ അമലായിരിക്കും. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഇഖ്ലാസിന്റെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മുടെ രഹസ്യ ജീവിതത്തിലെയും പരസ്യ ജീവിതത്തിലെയും അമലുകൾ ഒരുപോലെയാകണം. നമ്മൾ നോക്കൂ, നമ്മുടെ നമസ്കാരങ്ങളിലേക്ക് നമ്മൾ നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഫഇന്ന അഫ്ളലസ് സ്വലാത്ത്, ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ മർ, ഒരു പുരുഷന് ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, അവന്റെ വീടുകളിലാണ്, ഇല്ലൽ മക്തൂബ, നിർബന്ധ നമസ്കാരം ഒഴികെ അവന്റെ വീടുകളിൽ അവൻ നമസ്കരിക്കുന്ന നമസ്കാരമാണ് അഫ്ളലസ് സ്വലാത്ത്, ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറയുന്ന അവന്റെ വീടുകളിലെ നമസ്കാരമാണ് ഒരു പുരുഷൻ. എന്നിട്ടോ തുടർന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാ, വഫീ സ്വലാത്തി ഫീ ബൈതി,
അവന്റെ വീട്ടിലുള്ള ആ നമസ്കാരം എന്ന് പറയുന്നത് ഇഖ്ഫാഉൽ ലിഅമലി, അവന്റെ അമല് രഹസ്യമാക്കുന്നതിന്റെ ഭാഗമാണ്. ഇബ്ആദുൻ അനി റിയാ, അത് റിയാഇനെ തൊട്ട് വളരെ വിദൂരമാണ്, അതൊരാളും കാണാനില്ല. അവൻ സുന്നത്ത് നമസ്കരിക്കുന്നവനാണ് എന്ന് ഒരാളും പറയുകയില്ല. ആ രൂപത്തിലായിരിക്കും അവന്റെ വീട്ടിലുള്ള നമസ്കാരം. വഹുവ അഖ്റബു ഇലൽ ഇഖ്ലാസ്, അതാണ് ഇഖ്ലാസിനോട് ഏറ്റവും അടുത്തു വരുന്നത് എന്നാണ് ഇബ്നു റജബ് റഹ്മഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വമിൻ ഹാദാ ഉമിറ റജുൽ, ഇതാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് അവർ വീടുകളിൽ നിർബന്ധ നമസ്കാരം ഒഴികെ ബാക്കി നമസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം വമിൻ ഹാദാ ഉമിറ റജുൽ, ഇതാണ് അതിന്റെ കാരണം. അയ്യുസല്ലിഹാ ഫി ബൈതി, വീടുകളിൽ നമസ്കരിക്കാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്, അവന്റെ അമലുകൾ രഹസ്യമാക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മൾ നോക്കൂ, നമ്മൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നു. സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒരുപക്ഷെ ചിലപ്പോൾ 10 മിനിറ്റ് 12 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതിനുശേഷം നമ്മൾ ദുഹർ നമസ്കാരം, അതിന്റെ ജമാഅത്ത് ചിലപ്പോൾ ഒരു 5-7 മിനിറ്റാണ് ഉണ്ടാവുക. അസ്ർ നമസ്കാരവും അതുപോലെ, മഗ്രിബ് നമസ്കാരവും ഒരു 7 മിനിറ്റ് 8 മിനിറ്റ്, ഇശാ നമസ്കാരം ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. ഈ സമയങ്ങളെല്ലാം നമ്മളൊന്ന് കൂട്ടി വെച്ച് നോക്കാം, 1 മണിക്കൂറിൽ താഴെയുള്ള സമയമായിരിക്കും എന്ത് ചെയ്യാം ഈ ജമാഅത്തിന് എല്ലാത്തിനും കൂടെ വേണ്ടി വരിക. ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂറത്തേക്കാണ് വേണ്ടി വരിക. ഈ ഒരു സമയത്തിന്റെ തോത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഞാൻ മാറ്റിവെക്കുന്ന നമസ്കാരങ്ങളിൽ, രഹസ്യ ജീവിതത്തിലെ നമ്മുടെ നമസ്കാരങ്ങൾ ഈ ഒരു തോതിലേക്ക് കണക്ട് ചെയ്ത് വരുന്നുണ്ടോ? നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരു 2 റക്അത്ത് നമ്മൾ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 5 മിനിറ്റ്, എല്ലാ സുന്നത്ത് നമസ്കാരങ്ങൾക്കും ആ അനുവാദമായ സമയങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ, തഹജ്ജുദ് നമസ്കാരങ്ങൾ, ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ വിത്ർ നമസ്കാരങ്ങൾ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു നമസ്കാരം നമ്മൾ ആ രൂപത്തിൽ നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പരസ്യ ജീവിതത്തിലെ ആളുകൾ കാണുന്ന നമ്മുടെ നമസ്കാരം, അത് ആളുകൾ കണ്ടോട്ടെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രമേ നമസ്കരിക്കുക. എന്നിരുന്നാലും അത് നമ്മുടെ പരസ്യ ജീവിതത്തിലെ അമലാണ്. അത് പക്ഷെ നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള നമ്മുടെ അമലുകളോട് കടപിടിക്കുന്നതായിരിക്കണം, അതിനോട് മത്സരിക്കുന്നതായിരിക്കണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ നമസ്കാരങ്ങൾ ഉണ്ടാകേണ്ടത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 271-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇൻ തുബ്ദുസ് സ്വദഖാതി ഫനിഅമ്മാഹി, ഇൻ തുബ്ദുസ് സ്വദഖാത്ത്, നിങ്ങൾ സ്വതക്ക നൽകുകയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്, ഫനിഅമ്മാഹി, അത് പരസ്യമാണ്. ഇൻ തുബ്ദുസ് സ്വദഖാത്ത്, അത് പരസ്യമായി കൊണ്ട് ചെയ്യുന്നു, ഫനിഅമ്മാഹി, നല്ലത് തന്നെ, നല്ല കാര്യമാണ്. അവിടെ ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ വരിക, ഇന്ന കുടുംബത്തിൽ ഇന്ന പോലെ ഒരു പ്രയാസമുണ്ട്, ഒരു ചികിത്സാ ചെലവിന് വേണ്ടിയാണ് ഒരു 25,000 രൂപ വേണം. അപ്പൊ നമ്മൾ പറയാ ഒരു 500 എന്റെ വക, ഒരു 1000 എന്റെ വക. അൽഹംദുലില്ലാ, നല്ലതാണ്, ഫനിഅമ്മാഹി, നല്ലതാണ്. പള്ളിയിലേക്ക് ഒരു പിരിവെടുക്കാൻ, പള്ളിയിലേക്ക് ഇന്നതുപോലെ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്നതുപോലെ ഒരു പ്രോഗ്രാം നടത്താനുണ്ട്. അപ്പൊ നമ്മൾ പറയാ 500 എന്റെ വക, ഒരു 500 എന്റെ വക, ഒരു 200 എന്റെ വക, ഒരു 100. അൽഹംദുലില്ലാ, നല്ലതാണ്, ഫനിഅമ്മാഹി. അത് പരസ്യമാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകാനും നമുക്കും സ്വയവും നമ്മൾ ഇതിന്റെ ഭാഗമാണ് എന്നൊരു തോന്നൽ ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയാ, വ ഇൻ തുഖ്ഫൂഹ, എന്നാൽ നിങ്ങൾ അതിനെ രഹസ്യമാക്കിയാൽ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ രഹസ്യമാക്കിയാൽ, വതുഅ്തൂഹൽ ഫുഖറാ, നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ നൽകാൻ, ഫ ഇൻ തുഖ്ഫൂഹ, നിങ്ങൾ അതിനെ രഹസ്യമാക്കിയാൽ, ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് കൂടുതൽ ഖൈറാണ്. ഏതിനേക്കാൾ ഖൈറാണ്? നിങ്ങൾ പരസ്യമാക്കുന്നതിനേക്കാൾ എത്രയോ ഖൈറാണ് രഹസ്യമായിക്കൊണ്ട് അതേ തോതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വതക്കകൾ രഹസ്യമായിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് പരസ്യമായതിനേക്കാൾ ഖൈറാണ് എന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വസ്സദഖത്തു സിർ, രഹസ്യമായിക്കൊണ്ടുള്ള സ്വതക്ക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കോപത്തെ, നമ്മളോടുള്ള ദേഷ്യത്തെ, അള്ളാഹുവിന്റെ കോപത്തെ അത് കെടുത്തുമെന്ന. എന്തുകൊണ്ടാണ് അവിടെ സ്വദഖത്തു സിർ എന്ന് പറയാൻ കാരണം? സ്വദക്ക എന്ന് മാത്രല്ല, പൊതുവായി പറഞ്ഞതല്ല, സ്വദഖത്തു സിർ. ആ സ്വതക്കക്ക് ഒരു പ്രത്യേകത പറയുക, രഹസ്യമായി കൊണ്ടുള്ള സ്വതക്കകൾ. സഹോദരങ്ങളെ, രഹസ്യമായി കൊണ്ടുള്ള അമലുകൾ ധാരാളമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ അതിനു വേണ്ടി ഒരു ആത്മവിചാരണ നടത്തണം. നോക്കൂ, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാ, അൽ ആയത്തു ദലീലുൻ, ഈ ആയത്ത് ഒരു തെളിവാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇൻ തുബ്ദു സ്വദഖ, അതിനുശേഷം ഫഇൻ തുഖ്ഫൂഹ എന്ന് പറഞ്ഞത് ഫഹുവ ഖൈറുൽ ലക്കും, അത് കൂടുതൽ ഖൈറാണ് രഹസ്യമായ സ്വദഖ എന്ന് പറഞ്ഞത് ഒരു തെളിവാണ്. അലാ ഫദീലത്തി ഇഖ്ഫാഇൻ നാഫിലത്തി ഫീ കുല്ലിൽ ഖുറബ്, എല്ലാ കർമ്മങ്ങളിലും വെച്ച്, എല്ലാ അമലുകളിലും വെച്ച് നമ്മൾ സ്വന്തമായി ചെയ്യുന്ന നാഫിലായി നമ്മൾ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എപ്പോഴും എന്ത് തന്നെയാണ്? രഹസ്യമായി ചെയ്യുന്നതാണ് എന്ന് ഈ ആയത്ത് തെളിവാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ, നിർബന്ധമായത് ഇതിൽ നിന്നൊഴിവാൻ. സ്വാഭാവികമായും നമ്മൾ സക്കാത്ത് നൽകുമ്പോൾ ചിലപ്പോൾ ആളുകൾ കാണും, നമ്മൾ സക്കാത്ത് സെല്ലുകളിലേക്ക് നൽകും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് ഓഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ പള്ളികളിലേക്ക് കൊടുക്കുമ്പോൾ ആളുകൾ കാണും. നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, ആളുകൾ കാണും, പരസ്യമായ അമലാണ്. നമ്മൾ റമദാനിൽ എല്ലാവരുടെയും കൂടെ നോമ്പെടുക്കുന്നു, നോമ്പ് തുറക്കുന്നു. ഒരു പക്ഷേ നമ്മൾ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ ആളുകൾക്ക് അറിയില്ല. എന്നിരുന്നാലും നമ്മൾ നോമ്പുകാരനായിക്കൊണ്ട് ആളുകളുടെ കൂടെയാണ്. നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പള്ളിയിലുണ്ട്, പരസ്യമായ അമലാണ്. അതൊക്കെ ഉണ്ട്. ഇതല്ലാതെ നമ്മൾ നിർവഹിക്കുന്ന സുന്നത്തായ കർമ്മങ്ങൾ, സക്കാത്ത് അല്ലാതെ നമ്മൾ നൽകുന്ന സ്വതക്കകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, ഇതല്ലാത്ത നമ്മുടെ നമസ്കാരങ്ങൾ, ഇതെല്ലാം രഹസ്യമായി കൊണ്ട് നിർവഹിക്കുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ്, ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അദ്ദേഹം കൊണ്ടുവരിക, അൽ ജാഹിറു ബിൽ ഖുർആൻ, അൽ ജാഹിറു ബിൽ ഖുർആൻ, ഖുർആൻ നമ്മൾ ഉറക്കെ ഇരുന്ന് ഓതുന്നു, ആളുകൾ കേൾക്കുന്നു. നമ്മൾ ഖുർആൻ ഓതുന്നത് ആളുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്നത് ആളുകൾ കാണുന്നു. കൽ ജാഹിരി ബിസ് സ്വദഖ, അത് ഏതുപോലെയാണ്? സ്വദഖ പരസ്യമായി നൽകുന്നത് പോലെയാണ്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു മീറ്റിങ്ങിലോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ ഇരുന്നു കൊണ്ട് നമ്മൾ കുറച്ച് പൈസ ഓഫർ ചെയ്യുന്നത് പോലെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുന്നത് പോലെ. ഇൻ തുബ്ദൂഹ, നമ്മൾ അതിനെ പരസ്യമാക്കിയാൽ. എന്നാലോ വൽ മുസിറു ബിൽ ഖുർആൻ, ഖുർആൻ രഹസ്യമായി ഓതുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് കൽ മുസിരി ബിസ് സ്വദഖ, അത് സ്വദഖ രഹസ്യമായി നൽകുന്നത് പോലെയാണ് എന്ന്. നോക്കൂ, രണ്ടും നല്ലത് തന്നെയാണ്, രണ്ടും നല്ലത് തന്നെയാണ്. പക്ഷെ രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ്. അതിലൊന്ന് മറ്റേതിനേക്കാൾ കൂടുതൽ ഖൈറായത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ വരുന്നു, ഖുർആൻ ഓതുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ഖുർആൻ ഓതുന്നു, ഒരു ഖുർആൻ ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്നു. ഇതല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിന് വേണ്ടി അല്ലാതെ, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ, ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു യാത്രയിൽ, നമ്മൾ മാത്രം ഒരു യാത്രയിൽ ഒറ്റക്കുള്ളപ്പോൾ, നമ്മൾ മാത്രം വീട്ടിലുണ്ട്, നമ്മുടെ മുറിയിൽ വേറെ ആരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ അല്പം സമയം ഇരുന്ന് പരിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? നമ്മൾ പള്ളിയിൽ വരുമ്പോഴല്ലാതെ, ഇതൊന്നുമല്ലാത്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ മാത്രം ഒറ്റക്കുള്ള ഒരു സമയത്ത് നമ്മൾ ഖുർആൻ ഓതാറുണ്ടോ? ആ ഖുർആൻ ഓതുമ്പോ എത്ര ഭംഗിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആ ഖുർആനിന്റെ ശൈലിയെ ഭംഗിയാക്കാൻ, ആ ശബ്ദത്തെ ഒന്ന് ഭംഗിയാക്കാൻ, എന്റെ ശബ്ദം അള്ളാഹു കേൾക്കുന്നുണ്ട്, വേറെ ആരും കേൾക്കുന്നില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം അതൊന്ന് ഭംഗിയാക്കാൻ. അതല്ലാത്ത സന്ദർഭങ്ങളിലല്ല. എത്ര സൂക്ഷ്മതയോടുകൂടി, എത്ര കണ്ട് ശ്രദ്ധിച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഖുർആൻ ഓതുന്നത്, ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ? നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഫ്ളലുസ് സ്വലാ, ഏറ്റവും അഫ്ളലായ, ഏറ്റവും പുണ്യകരമായ നമസ്കാരം എന്ന് പറയുന്നത് ബഅദൽ ഫരീദ, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും പുണ്യകരമായത് ഏതാണ്? സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരമാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുക, അസ്സിറു ഫിൽ ഖിയാം, ആ ഖിയാമിന്റെ, ആ രാത്രി നമസ്കാരത്തിന്റെ നൃത്തത്തിന്റെ അസ്സിറു ഫിൽ ഖിയാം, അതിന്റെ രഹസ്യ സ്വഭാവമാണ് ഹുവ സബബു ഫദ്ലിഹി, അതിന്റെ ഫളിന്റെ സബബ്, അതിന്റെ ഫളിന് ഉയർച്ചയുണ്ടാകാൻ കാരണം. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്ന് രാത്രി നമസ്കാരത്തെ പറയാൻ കാരണം എന്താണ്? അശ്റുഫിൽ ഫിൽ ഖിയാം, അതിന്റെ രഹസ്യ സ്വഭാവമാണ്. കാരണം ആ രാത്രി നമസ്കരിക്കുന്നത് മറ്റൊരാളും കാണുന്നില്ല. ഒരുപക്ഷെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിരിക്കും നമ്മൾ നമസ്കരിക്കുക, ഒരാളും അത് കാണുന്നില്ല. അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന്റെ ബാങ്കിന് മുമ്പായിരിക്കും എഴുന്നേറ്റ് നമ്മൾ നമസ്കരിക്കുക. ആ ഖിയാമിന്റെ സിർറ്, അതിന്റെ രഹസ്യ സ്വഭാവം, അതാണ് ഹുവ സബബു ഫദ്ലിഹി, അതിന്റെ ഫദ്ലിന്, അതിന്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണമായത് എന്ന. ലിഅന്നൽ ഖുലൂബ ഫീ അഹ്ദർ, ആ സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ ചാലുവായിരിക്കും,
നമ്മുടെ ഹൃദയങ്ങൾ അവിടെ ഹാദുറായിരിക്കും, അവിടെ അറ്റൻറ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് ആരും കാണിക്കാനില്ല, ആരും കാണാനില്ല, നമുക്ക് വേറെ ഒരു ഉദ്ദേശവും അവിടെ ഇല്ല. എന്തെങ്കിലും ഒരു നിർബന്ധ ബുദ്ധി ഒഴിവാക്കൽ, എങ്ങനെങ്കിലും ഒന്ന് ചെയ്ത് ഒഴിവാക്കൽ, ഇതൊന്നും നമുക്കവിടെ ഇല്ല. പൂർണ്ണമായും അല്ലാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ അവിടെ ഉണ്ടാകും. വൽ ഇഖ്ലാസു അതമ്മു, അവിടെ ആയിരിക്കും നമ്മുടെ ഇഖ്ലാസിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ ലെവല് അവിടെ കാണാൻ സാധിക്കുക എന്ന്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രഹസ്യമായി നമ്മൾ അല്ലാഹുവും നമ്മളും മാത്രമായി ഒതുങ്ങുന്ന ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വിഷയമാണ്. നമ്മൾ നമ്മളെ തന്നെ വിചാരണ നടത്തേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ അമലുകൾ എത്ര, അതിന്റെ തോത് എത്ര, നമ്മുടെ രഹസ്യ ജീവിതത്തിന്റെ അമലിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്ര, അത്രയും സമയം, അതിന്റെ പകുതിയെങ്കിലും സമയം നമ്മുടെ പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും ഒരുപോലെയാണോ നമ്മുടെ അമലുകൾ? നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 7 വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ തണൽ ലഭിക്കും. അള്ളാഹുവിന്റെ തണൽ നാളെ 7 വിഭാഗം ആളുകൾക്ക് ലഭിക്കും. എന്നിട്ടോ ലാ ദില്ല ഇല്ല ദില്ലു, അള്ളാഹുവിന്റെ തണലല്ലാതെ ഒരു തണലും അവശേഷിക്കാത്ത ഒരു ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്കാണ് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുക. അതിലൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് വറജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ, അള്ളാഹുവിനെ കുറിച്ച് ഒറ്റക്ക് ഓർത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ഫഫാദത് ഐനാ, അവന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകും എന്ന. അവൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത്, അവന് ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെ കുറിച്ച് ഓർത്ത്, അവൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത്, എന്റെ ജീവിതത്തിൽ എന്റെ അവസ്ഥ എന്താണ്, എന്റെ തെറ്റുകൾ നിമിത്തം എന്റെ അമലുകൾ സ്വീകരിക്കുമോ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ തെറ്റുകൾക്കൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ എന്നോർത്ത്, ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഓർത്ത് കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തി, ഖാലിയൻ, ഒറ്റക്കിരുന്നുകൊണ്ട്, അങ്ങനെ ഇരുന്നു കൊണ്ട് ഓർക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നാണ്. എന്നിട്ട് അതേ 7 വിഭാഗത്തിൽ മറ്റൊരു വിഭാഗം എന്നാ വറജുലുൻ തസദ്ദഖു ബിസ്സദഖ, സ്വതക്ക നൽകുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ പ്രത്യേകത എന്താ? വെറുതെ സാധാരണ സ്വതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യനാണോ അള്ളാഹ് തണൽ നൽകുക? അല്ല, ഫഅഖ്ഫാഹ, അവൻ അതിനെ രഹസ്യമാക്കുന്നവനാണ്. അവന്റെ സ്വതക്കകളെ അവൻ രഹസ്യമാക്കും. ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖു ബിയമീനി, അവന്റെ വലത് കൈ ആ കൊടുത്തത് അവന്റെ ഇടത് കൈ അറിയുക പോലും ഇല്ലാത്ത രൂപത്തിലാണ് എന്ത് ചെയ്യുക, അവൻ സ്വതക്ക നൽകുക. അത്തരത്തിൽ സ്വതക്ക നൽകുന്ന ആളുകൾ, തന്റെ സ്വതക്കകളെ രഹസ്യമാക്കുന്നവൻ, അവന് അള്ളാഹുവിന്റെ തണൽ നാളെ ലഭിക്കുമെന്ന്. സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നമുക്ക് ഇന്ന് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ഗൂഗിൾ പേ പോലെ ഓൺലൈനായി നമുക്ക് ആളുകൾക്ക് പൈസ എത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ സമ്പത്ത് തന്നത് ആരാണ് എന്ന് ഒരുപക്ഷെ അവരറിയുക പോലും ഇല്ലാത്ത സംവിധാനങ്ങളാണ് നമുക്കിന്നുള്ളത്. ഒരാൾക്ക് നമ്മൾ സമ്പത്ത് നൽകിയാൽ നമ്മൾ ആരാണ്, ഏതോ നാട്ടിലുള്ളവരാണ്, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അവരൊരിക്കലും ഒരുപക്ഷെ നമ്മളെ കാണാൻ സാധ്യതയില്ലാത്ത, നമ്മൾ ആരാണ് എന്ന് പോലും അവർക്കറിയാത്ത അവസരങ്ങൾ, അതുപോലെ സ്വതക്കുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ധാരാളമായിക്കൊണ്ട്. ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തേക്കാണ് എങ്കിൽ പോലും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇന്ന് സമ്പത്ത് നമുക്ക് ദാനം ചെയ്യാനുള്ള, സ്വതക്കുകൾ നൽകാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ നമ്മൾ നോക്കാം, നമ്മുടെ സ്വതക്കുകളുടെ ഭൂരിഭാഗം എവിടെയാണ്? പലപ്പോഴും അത് പരസ്യമായ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. നല്ലത് തന്നെയാണ്, പക്ഷേ അതുപോലെ തന്നെ അതേ തോതിൽ അതേ ലെവലിൽ നമ്മുടെ രഹസ്യമായ സ്വതക്കകളും ഉണ്ടാകണം എന്ന് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ രഹസ്യമായ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞ്, നമ്മുടെ ജോലി സമയങ്ങളെല്ലാം കഴിഞ്ഞ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയങ്ങൾ കഴിഞ്ഞ്, നമ്മുടെ ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയം കഴിഞ്ഞ്, നമ്മുടെ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയുള്ള സമയങ്ങൾ, നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള സമയങ്ങൾ, നമ്മുടെ ജോലി തിരക്കുകൾ, ഇതെല്ലാം കഴിഞ്ഞ് അല്പം സമയം അല്ലാഹുവുമായി ഇരുന്നൊന്ന് സംസാരിക്കാൻ നമുക്ക് മാറ്റിവെക്കാൻ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, അത് ഓർത്ത് നമ്മൾ ഖേദിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാ അദ്ദേഹം പറയാ, ഒരു മണിക്കൂർ ഒറ്റക്കിരിക്കുക, നിന്റെ കൽബിനെ നന്നാക്കാൻ, നിന്റെ കൽബ് ശരിയാവാൻ, അള്ളാഹുമായി ഇരുന്നൊന്ന് സംഭാഷണം നടത്താൻ, അള്ളാഹുവിനോടൊന്ന് സംസാരിക്കാൻ. റബ്ബേ, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്നവനാണ്. പക്ഷെ നമ്മളത് അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹു എത്ര കണ്ട് ഇഷ്ടപ്പെടും.
നമ്മൾ അങ്ങനെ ഇരുന്നൊന്ന് ഒരു മണിക്കൂർ സംസാരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടാൻ ഖൈറും മിൻ ജൽസത്തി ആലിം, ഒരു ആലിമിന്റെ കൂടെ ഒരു മണിക്കൂർ ഇരിക്കുന്നതിനേക്കാൾ ഖൈറാണ് ഒരു മണിക്കൂർ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർത്ത് അള്ളാഹുമായി സംസാരിക്കാൻ നമ്മൾ മാറ്റിവെക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയാ, മാ സാല അഖ്വാമുൻ യഖ്ലൂന ബിറബ്ബിഹിം, ഒരു ഖൗമ് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി ഒരു ഖൗമ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഖൗമിന്റെ പ്രത്യേകത എന്താണ്? യഖ്ലൂന റബ്ബഹും, അവര് റബ്ബിന്റെ കൂടെ, റബ്ബിനോട് മാത്രം, അവിടെ മാത്രം അങ്ങനെ ഒരു അവസരം മാറ്റിവെച്ച് റബ്ബിനോട് സംസാരിക്കുന്ന, ഫയുറാജിഊന അൻഫുസഹും, അവരുടെ നഫ്സുകളിലേക്ക് അവർ മടങ്ങാണ്. എന്താണ് എന്റെ നഫ്സിന്റെ സ്റ്റാറ്റസ്, എന്താണ് എന്റെ ഒരു അവസ്ഥ, എന്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ അമലുകളുടെ അവസ്ഥ എന്താണ്? നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ എന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എന്തെല്ലാം പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത്, എന്തെല്ലാം പറയേണ്ടാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു കൂട്ടിയത്, എന്തെല്ലാം കാണണ്ടാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൂട്ടിയത്. ഇതിനെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ പകരം വെക്കാൻ എന്താണ് എനിക്ക് കയ്യിലുള്ളത് എന്ന ഒരു ചോദ്യം ആത്മാർത്ഥമായി സ്വയം ഇരുന്നൊന്ന് ചോദിക്കാൻ, റബ്ബേ നീ പുറത്തു തരണേ, റബ്ബേ ഇതിനൊന്നും പകരമായി വെക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആത്മാർത്ഥമായി കൊണ്ട് കുറച്ച് സമയം ഇരുന്ന് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ നമുക്കില്ല എങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കാര്യം വലിയ പ്രയാസത്തിലാകും. സുഫിയാൻ സൗരി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാ, ഇദാ അഖ്ബലൽ ലൈൽ, രാത്രിയായി കഴിഞ്ഞാൽ സലഫുകളുടെ മാതൃക വിശദീകരിക്കണം അദ്ദേഹം. അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ ഫഹുവ ഫിൽ ഖൽവതി, അവര് ഒറ്റക്കിരിക്കും, ഒരാളുമായും ഒരു സമ്പർക്കവും ഇല്ലാതെ അല്പസമയം അവരിങ്ങനെ ഒറ്റക്കിരിക്കും. ആ ഒറ്റക്കിരുന്നിട്ടോ യൻശരിഹു ബിഹാ സുദൂറുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിശാലമാകും, അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടും. അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി അവർ സമയം മാറ്റിവെക്കാം. അങ്ങനെ ആ സമയം അങ്ങനെ മാറ്റിവെക്കും. വയതഫക്കറൂന ഫിൽ ആഖിറ, അവർ ആഖിറത്തിനെ പറ്റി ഇരുന്ന് ചിന്തിക്കും. എൻ്റെ ആഖിറത്തിന്റെ അവസ്ഥ എന്താണ്? ഈ നിമിഷം, ഇന്ന് രാത്രിയോടുകൂടി ഞാൻ മരണപ്പെട്ടാൽ, നാളെ രാവിലെ ഞാൻ മരണപ്പെട്ടാൽ, അടുത്ത ആഴ്ച ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, എൻ്റെ ഇടപാടുകൾ, എൻ്റെ കച്ചവട രംഗത്തെ എൻ്റെ അവസ്ഥകൾ, എൻ്റെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥകൾ, എൻ്റെ മക്കളുടെ അവസ്ഥകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ അമലുകൾ, എൻ്റെ നോമ്പുകൾ, എൻ്റെ സക്കാത്തുകൾ, ഇതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് ചിന്തിച്ച് നാളെ അള്ളാഹുവിനെ ഞാൻ കാണേണ്ടുന്ന ഒരു ദിവസം, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പോയി നിൽക്കേണ്ടുന്ന ഒരു ദിവസം, അതിനെപ്പറ്റി അവര് ഭയത്തോടുകൂടി സമയം ഇരുന്നു കൊണ്ട്, അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവർ ഇസ്തിഗ്ഫാറിലും തൗബയിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലും മുഴുകുമായിരുന്നു. അതായിരുന്നു സലഫുകളുടെ മാതൃക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ പരസ്യമായ ജീവിതത്തിൽ, നമ്മൾ ഇടപെടുന്ന നമ്മുടെ സാമൂഹ്യമായ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. രഹസ്യ ജീവിതത്തിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് മാത്രമാണ് അറിയുക. നമ്മൾ ആരാണ് എന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുക. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജോലി സ്ഥലങ്ങളിലും മറ്റ് സാമൂഹ്യമായി നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഒരു നല്ല വ്യക്തിയായി മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ അസ്ലഹ ശരീറതഹു, ഒരുവൻ അവന്റെ രഹസ്യ ജീവിതം അവൻ നന്നാക്കിയാൽ, രഹസ്യ ജീവിതം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന രഹസ്യമായ സമയങ്ങൾ, രഹസ്യമായ അവന്റെ അമലുകൾ, അങ്ങനെ അവന്റെ രഹസ്യ ജീവിതത്തിലെ അവന്റെ സ്വഭാവം, ഇതെല്ലാം അവൻ നന്നാക്കിയാൽ അസ്ലഹ അല്ലാഹു അലാനിയത, അവന്റെ പരസ്യ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്നാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ പരസ്യ ജീവിതം നന്നാവാൻ, നമ്മുടെ ദറജ ഉയരാൻ, ആളുകൾക്കിടയിൽ നമ്മളൊരു നല്ല വ്യക്തിയായി തീരാൻ, ആളുകൾ ഇഷ്ടപ്പെടുന്ന, നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണമെങ്കിൽ അസ്ലഹ ശരീറതഹു, അവന്റെ രഹസ്യ ജീവിതം അവൻ നന്നാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നോക്കു സഹോദരങ്ങളെ, നിരവധി ഉദാഹരണങ്ങൾ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ആ രൂപത്തിൽ കാണാൻ സാധിക്കും. അവര് രഹസ്യമായി ചെയ്ത പല കർമ്മങ്ങളും അവരാരും അറിയാതെ
രഹസ്യമായി ഇരുളിന്റെ ഒരു അറ്റത്ത് ഒരാൾക്കും ഒരു ചാൻസും ഇല്ലാതെ എത്തിപ്പെടാൻ ഒരു ചാൻസും ഇല്ലാത്ത രംഗങ്ങളിൽ അവർ ചെയ്ത അമലുകൾ പരസ്യമായി വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് അവരെ മാതൃകയാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരാരും അറിയുന്നതിന് വേണ്ടി ചെയ്തതല്ല. പക്ഷെ അവർ ചെയ്ത ആ രാത്രി ചെയ്ത ആ അമല്, അവരുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്ത ആ അമലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചത്ത് കൊണ്ടുവന്ന് അവരുടെ ദറജ സ്വഹാബത്തിന്റെ ഇടയിൽ ഉയർത്തിയ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം നമ്മൾ കേട്ടിട്ടുമുണ്ടാകും. നമ്മുടെ രഹസ്യ ജീവിതം എത്ര കണ്ട് നന്നാക്കുന്നോ നമ്മുടെ പരസ്യ ജീവിതവും നമ്മുടെ ആഖിറത്തും അത് അത്രയേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നാക്കി തരും. പിന്നെ ഇതിനെല്ലാം അപ്പുറം നമ്മുടെ ഇഖ്ലാസ് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മൾ സ്വയം വിചാരണ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വലിയൊരു ഉപാധിയാണ്, വലിയൊരു ടൂളാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ അമലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ അമലുകൾ അത് ധാരാളമായി വർദ്ധിപ്പിക്കാൻ, രഹസ്യമായി കൊണ്ട് ഒറ്റക്കിരുന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ. ഒരു യാത്ര പോവാണ്, ഒരു യാത്രയിലാണ്, നമ്മൾ ഒറ്റക്കാണ്. നമ്മൾ എന്തൊക്കെയാ നമ്മൾ കേൾക്കുക? ചിലപ്പോൾ നമ്മൾ ന്യൂസ് കേൾക്കും, ചിലപ്പോൾ നമ്മൾ പലതും നമ്മൾ കേൾക്കും, ചിലപ്പോൾ ഫോൺ വിളിക്കും. പല യാത്രകളിലും നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ യാത്ര മുഴുവൻ നമ്മൾ ഫോൺ വിളികളിലായിരിക്കും. ആ ഫോൺ വിളികളിലും നമ്മുടെ ആവശ്യങ്ങൾക്കും ഇതെല്ലാം മാറ്റിവെച്ചൊരു യാത്രയിൽ നമ്മൾ ഒറ്റക്കുള്ള ഒരു സമയത്തെ ഒരു അവസരമായി കണ്ട്, ഇത് ഞാൻ ഒറ്റക്കുള്ള ഒരു സമയമാണ്, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ, എനിക്ക് അല്ലാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കാൻ, എൻ്റെ പാപങ്ങളെ പറ്റിയിരുന്നൊന്ന് ചിന്തിക്കാൻ, ഇസ്തിഗ്ഫാറിനും തൗബക്കും വേണ്ടി ഞാൻ ഈ സമയം മാറ്റിവെക്കണം. അത് യാത്രകളിലാവട്ടെ, നമ്മൾ വീടുകളിൽ ഒറ്റക്കുള്ള സമയത്താകട്ടെ, എപ്പോഴാകട്ടെ അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഇഖ്ലാസിനെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. രഹസ്യ ജീവിതത്തിൽ ധാരാളമായി അമലുകൾ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ നല്ല ഒരു വിചാരണ നേരിടേണ്ട ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻജിൽ മുസ്തദ്അഫീന മിനൽ മുഅ്മിനീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. اللهم انصرهم اللهم انصرهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك ثبت قلوبنا على دينك ثبت قلوبنا على دينك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وأقم الصلاة.